മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്നെ ഒന്ന് ഉപദേശിക്കാവോ നബിയെ, എനിക്ക് ഉപദേശം തരാവോ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട് ഉത്തരമായിട്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് കൊണ്ടുവരൽ അനിവാര്യമായ ഒന്നാണ്. കാരണം അബൂദർ റളിയല്ലാഹു അൻഹുവിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുന്നതെങ്കിലും നമ്മളോട് എല്ലാവരോടുമുള്ള ഉപദേശമാണ് അത്. 7 കാര്യങ്ങളാണ് അബൂദർ തങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്തത്. ഇമാം ഇബ്നു ഹിബ്ബാൻ, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുമാ അവരെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ 7 കാര്യങ്ങളെ വളരെ ലളിതമായി വിശദീകരിച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. അൻ അബീ ദർരിൻ റളിയല്ലാഹു അൻഹു അമറനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇൻ, എന്നോട് എൻ്റെ ഇഷ്ടക്കാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാര്യങ്ങൾ വസിയ്യത്ത് ചെയ്തു, ഉപദേശിച്ചു. ഏതാണ് ആ 7 കാര്യങ്ങൾ? അമറനി, ഒന്നാമത് എന്നോട് പറഞ്ഞത് ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനുബി മിൻഹും, മോനെ അബൂദർറെ, മോന് പാവങ്ങളെ നന്നായി സ്നേഹിക്കണം. പാവങ്ങളെ സ്നേഹിക്കുകയും അവരോട് നല്ല അടുപ്പവും ഉണ്ടാവണം. പാവങ്ങളെ മഹബത്ത് വെക്കുന്നത്, പാവങ്ങളോട് ഇഷ്ടം തോന്നുന്നത് ഒരാളുടെ ഹൃദയം ശുദ്ധിയായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം പാവങ്ങളെ സ്നേഹിക്കുമ്പോൾ തിരിച്ച് നമുക്കൊന്നും കിട്ടാനില്ല. അവർക്ക് അധികാരമില്ല, രാഷ്ട്രീയ സ്വാധീനമില്ല, അവർക്ക് സമ്പത്തില്ല, അവർക്ക് ഭൗതികമായ ഒരു നേട്ടങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ല. അവർ വളരെ സാധുക്കളാണ്. അതുകൊണ്ട് തന്നെ അവരെ ഇഷ്ടപ്പെടുന്നവർക്ക് തിരിച്ച് അവർക്ക് ഈ ലോകത്തൊന്നും ഒന്നും കൊടുക്കാനുമില്ല. ഇതൊക്കെ അറിയുന്നതോടുകൂടി പാവങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഇഷ്ടം വെക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ്. ഒരാളുടെ ഖൽബിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ പാവങ്ങളോട് ഇഷ്ടം ഉണ്ടാവുകയുള്ളൂ. പാവങ്ങളെ ഇഷ്ടം വെക്കണമെങ്കിൽ ഒരാളുടെ ഖൽബിൽ കിബറിന്റെ ഒരംശവും ഇല്ലാതിരിക്കണമെന്ന് മഹത്തുക്കൾ എഴുതി വെക്കുന്നത് കാണാം. ഈ ഭാഗം വിശദീകരിക്കാൻ വേണ്ടി മാത്രം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലക്ക് ഒരു കിതാബ് തന്നെ ഉണ്ട്. അതിൽ കാണാം, പാവങ്ങളെ മഹബത്ത് വെക്കുന്ന ആൾക്ക് അള്ളാഹുവിനോട് മഹബത്തുണ്ട്, അള്ളാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്തുണ്ട്. കാരണം എന്തുകൊണ്ട്? പാവങ്ങളെ സ്നേഹിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. പാവങ്ങളെ ഇഷ്ടപ്പെടണം, അവരെ സഹായിക്കണം, അവരുടെ കാര്യത്തിൽ വളരെ സ്നേഹത്തോടെ ഇടപെടണം എന്നുള്ളത് അള്ളാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശവുമാണ്. ഒരാൾക്ക് അള്ളാഹിനോടും അള്ളാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഇഷ്ടമുണ്ട് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് അവർക്ക് പാവങ്ങളോട് ഇഷ്ടമുണ്ടാകും എന്നുള്ളതാണ്. പാവങ്ങളുടെ കല്യാണത്തിന് പോകാൻ അയാൾക്ക് വലിയ താല്പര്യമാണ്. പാവങ്ങൾ വിളിച്ച മൗലിദ് പരിപാടിക്ക് പോകാൻ അയാൾ എന്ത് തിരക്കുണ്ടെങ്കിലും സമയം കണ്ടെത്തും. പാവങ്ങളെ സഹായിക്കുന്ന ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അയാൾ മുന്നിൽ നിൽക്കും. അങ്ങനെ പാവങ്ങൾക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ ഒരാൾക്ക് വലിയ താല്പര്യമുണ്ടെങ്കിൽ അയാളുടെ ഖൽബിൽ ഇഖ്ലാസ് ഉണ്ട്, അള്ളാഹിനോട് മഹബത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആത്മാർത്ഥമായ ഇഷ്ടമുണ്ട്. സർവോപരി അയാളുടെ മനസ്സിൽ കിബറിന്റെ ഒരംശവും ഇല്ലെന്ന് ഉറപ്പിക്കാം. നേരെ മറിച്ച് പണക്കാര് വിളിക്കുന്ന പരിപാടിക്ക് പോകാൻ വലിയ താല്പര്യം. എത്ര ഡേറ്റ് ഇല്ലെങ്കിലും മൂപ്പരിക്ക് അവര് വിളിച്ചാൽ, അഥവാ പണക്കാര് വിളിച്ചാൽ മൂപ്പര് ഡേറ്റ് കൊടുക്കും. എത്ര തിരക്കാണെങ്കിലും
അതിന് ഡേറ്റ് കൊടുക്കും. അവിടെ മൂപ്പര് എങ്ങനെയെങ്കിലും ഓടിച്ചാടി എത്തും. പാവങ്ങളുടെ സദ്യക്ക്, പരിപാടിക്ക്, ക്ഷണത്തിന് അയാൾ ഉത്തരം കൊടുക്കൂല. എങ്കിൽ അയാളുടെ ഹൃദയത്തിൽ കിബറുണ്ട് എന്നുള്ളതിന്റെ തെളിവാണെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മഹുല്ലാ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതി വെക്കുന്നുണ്ട്. ബഹ്റൈനിലോ കുവൈത്തിലോ ഖത്തറിലോ ഒമാനിലോ സൗദിയിലോ, ഇനി UAE മാത്രം ഒഴിവാക്കേണ്ട, UAEയിലോ മൂപ്പരുടെ റൂംമേറ്റായ, പരിസരത്ത് ഫ്ലാറ്റിലുണ്ടായിരുന്ന, മൂപ്പരുടെ കൂടെ ജോലി ചെയ്തിരുന്ന കമ്പനിയിലുണ്ടായിരുന്നയാൾ, അദ്ദേഹം നമ്മുടെ നാട്ടുകാരനൊന്നല്ല. പരിസര ജില്ലയിലാവാം, അല്ലെങ്കിൽ തെക്ക് ഭാഗത്താവാം, മധ്യ കേരളത്തിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ തന്നെ വേറെ ഒരിടത്തിലാവാം. അവരുടെ മോളെ കല്യാണത്തിന് പോകാൻ മൂപ്പര് വണ്ടി റെഡിയാക്കുന്നു, ഫാമിലി അടക്കം സെറ്റാവുന്നു, എല്ലാം ഒക്കെയാണ് ശരി, പ്രശ്നമൊന്നുമില്ല. പക്ഷേ മഹല്ലിൽ തന്നെ ഉള്ള പാവപ്പെട്ട ഒരു മോളെ കല്യാണത്തിന് ഭാര്യനോട് പറയാ, ഒരു 500,000 അടുത്ത് കൊടുത്തു പോയിക്കോളി, ഞാൻ ഏതായാലും വരുന്നില്ല എന്ന്. അതിന് മൂപ്പർക്ക് അത്ര താല്പര്യം കാണുന്നില്ല. എങ്കിൽ മോനെ, നിന്റെ മനസ്സിൽ കിബറുണ്ട് എന്നാണ് അഇമ്മത്ത് ഇമാമുമാർ എഴുതി വെക്കുന്നത്. കിബറിന്റെ ഒരംശം ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അയാൾ സ്വർഗത്തിലെത്തില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് കിബറുണ്ടോ എന്ന പേടിയാണ് ഇത് പറയുമ്പോൾ എനിക്കും നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അല്ലാതെ എനിക്ക് കിബറില്ല എന്നൊരു തോന്നൽ വന്നാൽ അതും ഒരു പ്രശ്നമാവും. എനിക്ക് കിബറുണ്ടോ എന്ന പേടി നമുക്കുണ്ടാവണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പാവങ്ങൾ വിളിക്കുന്ന സദ്യക്കെല്ലാം വളരെ ആവേശത്തോടെ പോകും. അവിടെ ഒന്നും ഉണ്ടാവില്ല കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും പോകും. കാരണം അവരെ സന്തോഷിപ്പിക്കാൻ. ഇത് ഖാലു സുറൂർ, മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണല്ലോ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇബാദത്ത്. അതുകൊണ്ടാണ് പാവങ്ങൾ വിളിക്കുന്ന പരിപാടിക്കെല്ലാം അവിടെ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെയും അലി റളിയല്ലാഹു അൻഹു സജീവമായിട്ട് പങ്കെടുക്കും. മാത്രമല്ല, അവിടെയുള്ള പാവങ്ങളോട് പറയും, എൻ്റെ വീട്ടിൽ നാളെ അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ നിങ്ങൾ വരണം, നമുക്കൊരു ചെറിയ സദ്യ സംഘടിപ്പിക്കാം. അലി റളിയല്ലാഹു അൻഹു പണക്കാരനായ സ്വഹാബിയാണോ? അല്ല. തിന്നാലില്ലാതെ കഷ്ടപ്പെട്ട ഒരുപാട് നാളുകൾ മഹാന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. എന്തിനാണ് അങ്ങനെ ഒരു പ്രോസസ് അലി റളിയല്ലാഹു അൻഹു നടത്തുന്നത്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം ഈമാനുള്ള ഹൃദയമാണ്. പാവങ്ങളെ ഇഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുന്നതിന്റെ അടയാളമാണ്. ഒരാൾക്ക് പാവങ്ങളോട് ഇഷ്ടമില്ല, അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുണ്ടെന്ന് അയാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പച്ചക്കളവാണ് എന്ന് ഇമാമുമാർ എഴുതി വെക്കുന്നുണ്ട്. പാവങ്ങളെ ഇഷ്ടപ്പെടാത്തവർക്ക് എന്ത് മഹബ്ബത്ത്, പാവങ്ങളോട് താല്പര്യമില്ലാത്തവർക്ക് എന്ത് ഉഖ്റവിയായ ചിന്തകൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വഹാബിയായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? ആ സ്വഹാബിയുടെ സ്ഥാനപ്പേര് തന്നെ അബുൽ മസാക്കീൻ എന്നാണ്, പാവങ്ങളുടെ ഉപ്പ എന്നാണ്. ആ സ്വഹാബിന്റെ ടൈറ്റിൽ അങ്ങനെയാണ്, പാവങ്ങളുടെ ഉപ്പ. എന്താ ആ പേര് വരാനുള്ള കാരണം? പാവങ്ങൾക്ക് നന്നായി സ്വതക്ക ചെയ്യും, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ മഹാനവറുകൾക്ക് വല്ലാത്ത താല്പര്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. സൈനബ് റളിയല്ലാഹു അൻഹയുടെ പേര് ഇതേപോലെ ഉമ്മുൽ മസാക്കീൻ എന്നാണ്, പാവങ്ങളുടെ ഉമ്മ. എന്റെ വാഴ കേൾക്കുന്ന ഉമ്മമാരെ, നമുക്കെങ്ങാനും ആ ടൈറ്റിൽ ഒരു 4 മുഅ്മിനീങ്ങൾ നമ്മുടെ മരണശേഷം പറഞ്ഞാൽ വജബത്, നമുക്ക് സ്വർഗം ഉറപ്പായിട്ട് കിട്ടും. ഒരു പെണ്ണുങ്ങൾ മരണപ്പെട്ടപ്പോൾ അയൽവാസികൾ പറയാ, നമ്മുടെ മറിയത്ത മരിച്ചോട്ടോ, നമ്മുടെ നഫീസ്ത മരണപ്പെട്ടു. ഏത് നഫീസ്ത? നമ്മുടെ പള്ളിയുടെ ആ ബേക്ക് ഭാഗത്ത് വീടുള്ള അവര് മരിച്ചല്ലോ. എത്ര പാവങ്ങളായ മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാരിക്ക ആ ഉമ്മ ഭക്ഷണം കൊടുത്തത്. ഈ സ്ഥാപനത്തിൽ ഈ ദർസ് തുടങ്ങിയ കാലം മുതൽ ഇവിടെ പഠിച്ചു പോകുന്ന 100 ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളായ ആലിമീങ്ങൾ ആ വീട്ടിലെ ഭക്ഷണം അനുഭവിക്കാത്തവർ ഉണ്ടാവില്ല. 4 ആൾ അങ്ങനെ പറഞ്ഞോ, വജബത്, ആ പെണ്ണുങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പായി. ഒരു മയ്യത്തിനെ കുറിച്ച് 4 ആൾ നല്ലത് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗം കിട്ടിയെന്ന് ഹദീസിൽ കാണാം. ആ 4 മുഅ്മിനീങ്ങളുടെ നാവിലൂടെ മലക്കുകളാണ് അവരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഒരു ആത്മീയ വിലാസം ഉണ്ടാവണം. നമ്മുടെ മഹ്മൂദ് ഹാജി മരണപ്പെട്ടു. ഏത് മഹ്മൂദ് ഹാജി? നേരത്തെ പള്ളിയുടെ സെക്രട്ടറി ആയിരുന്ന, പ്രസിഡന്റ് ആയിരുന്ന, ഭാരവാഹിയായിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ പറഞ്ഞ ഉടനെ പറയാണ്, അല്ലോ എന്ത് നല്ല മനുഷ്യനാണെന്നറിയോ. പാവങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മൂപ്പര് ഈ മഹല്ലിൽ ഉള്ളതുകൊണ്ട്
മാത്രമാണ് പല പള്ളി കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും ഇവിടെ കലക്ഷന് വരുന്നത് തന്നെ. മൂപ്പർക്ക് ആരെങ്കിലുമൊക്കെ വന്നിട്ടില്ലെങ്കിൽ തന്നെ സങ്കടമാണ്. ഇങ്ങനെ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നെങ്ങാനും നമ്മുടെ മരണശേഷം 4 നാവിലൂടെ വന്നാൽ അവർക്ക് സ്വർഗം കിട്ടും. അതാ നമുക്കുണ്ടാവേണ്ട ആത്മീയ വിലാസം. വേറെ ഭൗതികമായ ഒരു സ്ഥാനമാനങ്ങളും അല്ല. ഇന്നാലിന്ന കമ്പനിയുടെ മാനേജറായ ഒരാൾ മരിച്ചു എന്നുള്ള വാട്സപ്പ് അല്ല നമ്മുടെ ടൈറ്റിലിൽ വരേണ്ടത്. എപ്പോഴും ജുമുഅക്ക് നേരത്തെ വരുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുടെ നാവിൽ ആത്മീയ വിലാസമായിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. ഉദാഹരണത്തിന് ഒരു 4-5 കാര്യങ്ങൾ പറയാം. ഭക്ഷണം കൊടുക്കാൻ വല്ലാത്ത താല്പര്യമുള്ള ഉമ്മയായിരുന്നു അല്ലെങ്കിൽ ഉപ്പയായിരുന്നു മരിച്ച ആളെ കുറിച്ച് നാട്ടുകാർക്ക്. ജുമുഅക്ക് നേരത്തെ വന്നിട്ട് 1-ാം സഫ്, അതാണ് മൂപ്പരുടെ ആത്മീയ വിലാസം. അല്ലെങ്കിൽ എത്ര സമയം എന്നറിയും മൂപ്പര് റമദാനിലൊക്കെ പള്ളിയിലിരുന്ന് എത്തിക്കാഫിരുന്ന് ഖുർആൻ കണ്ടോ. കുടുംബം എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ ജീവന്റെ ജീവനാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആത്മീയ വിലാസം മുഅ്മിനീങ്ങൾക്ക് പറയാൻ ബാക്കി വെച്ചിട്ടായിരിക്കണം നമ്മളെല്ലാം ഈ ലോകത്തുനിന്ന് പോകേണ്ടത്. അതിന് പറ്റിയ ഒന്നാണ് ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനുവി മിൻഹും. പാവങ്ങളെ ഇഷ്ടപ്പെടണം, പാവങ്ങളോടൊപ്പം ചേർന്നിരിക്കണം. അത് വലിയ ഇബാദത്താണ്, വലിയ ഇബാദത്താണ് പാവങ്ങളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. പാവങ്ങളെ പരിഗണിക്കുക എന്നുള്ളത് വലിയ ഇബാദത്താണ്. ഉദാഹരണം പറഞ്ഞാൽ ഉസ്താദുമാർക്കൊക്കെ ഭക്ഷണം കൊണ്ടുവരുന്ന ഒരാൾ, പാവ മനുഷ്യൻ, മുമ്പ് ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മക്കളൊന്നും മര്യാദയ്ക്ക് പരിഗണിക്കാത്തതുകൊണ്ടോ വൃദ്ധസദനത്തിലേക്കൊന്നും പോകാനാവില്ല എന്ന ബേജാറുകൊണ്ടോ ഹൗള് കഴുകലും മൂത്രപ്പുര വൃത്തിയാക്കലും ഉസ്താദുമാർക്ക് ഭക്ഷണം കൊണ്ടുവരുന്നതൊക്കെയാണ് മൂപ്പരുടെ ഡ്യൂട്ടി. അയാളെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അവഗണന അല്ലെങ്കിൽ ഒരു നെവർ മൈൻഡ് തോന്നിയാൽ നമ്മുടെ ഖൽബ് കേട് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുഅദ്ദിനായ ഉസ്താദിനെ പരിഗണിക്കണം. മുഅദ്ദിനുമാർക്ക് വലിയ പരിഗണനയാണ് ആഖിറത്തിൽ. അത്വലുന്നാസി അനാക്കൻ, അവരുടെ പിരടി നീണ്ടിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാം. അതിന് 5 വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊന്ന്, അവർ ആഖിറത്തിൽ വിചാരണ വളരെ അഭിമാനപൂർവ്വം കാത്തിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ വിചാരണക്ക് വിളിക്കാതെ കുറേ സമയമല്ലോ. ബാങ്ക് കൊടുത്ത ആൾക്കാരെ അത്വലുന്നാസി അനാക്കൻ, എല്ലാവരും പിരടി താഴ്ത്തിയിട്ട് ബേജാറായിട്ട് നിൽക്കുമ്പോൾ ഇവര് ഇതെന്താ വിളിക്കാത്ത കുറേ സമയമല്ല റബ്ബേ. അവര് വളരെ ആവേശത്തോടെ വിചാരണനെ കാത്തിരിക്കും. എത്രേ നാട്ടിൽ പലപ്പോഴും മറ്റു ഉസ്താദുമാർക്ക് സദർ ഉസ്താദ്, ഖത്തീബ് ഉസ്താദ്, അവർക്കൊക്കെ വിലയുണ്ട്. മുഅദ്ദിനിന് വില നൽകാത്ത ചില നാട്ടുകാരുണ്ടാവും. അത് നമ്മൾക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അവരെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. ബാങ്ക് വിളിക്കുന്നവരെക്കാൾ മഹത്വമുള്ളവർ ആരാണ് ലോകത്തുള്ളത്? ബാങ്കും ഇഖാമത്തും കൊടുക്കലാണല്ലോ ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ അഫ്ളൽ എന്ന് ഫുഖഹാ ചർച്ച ചെയ്യുന്നില്ലേ? അപ്പൊ അവരെ പരിഗണിക്കണം. ബാങ്കുകാരെ നിന്ദിക്കരുത്. ഒരു പാവപ്പെട്ട ആളെയും അയാൾ പാവമാണ് എന്നതുകൊണ്ട് നിന്ദിച്ചാൽ നമ്മുടെ ഖൽബ് കേടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില്ലറ കാര്യമൊന്നും അള്ളാഹിനോട് ചോദിക്കൂല. വളരെ ലോക്കലായ ചീപ്പായ കാര്യം അള്ളാഹിനോട് ചോദിക്കുമോ? ഇല്ല. അതുകൊണ്ടല്ലേ ദുനിയാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാറില്ല. കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ്. ദുനിയാവിന് വല്ല വിലയുണ്ടെങ്കിൽ ഫിറഔന് പണക്കാരനാവോ? ഖാറൂൻ മുതലാളിയാവോ? ദുനിയാവിനും സമ്പത്തിനും ഒരു ഈച്ചന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ജീവിയുടെ പാറ്റയുടെ ചിറകിന്റെ വില കിട്ടിയിരുന്നെങ്കിൽ അള്ളയില്ലെന്ന് പറയുന്ന ഈ മനുഷ്യന്മാർക്കൊക്കെ അള്ളാഹു ദുനിയാവ് കൊടുക്കോ? ദുനിയാവിന് അള്ളാഹു ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ഒരാൾ സമ്പന്നനായി എന്നുള്ളത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ മാനദണ്ഡം അല്ലേ? അല്ല, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ മാനദണ്ഡമല്ല. ഒരാൾ പണക്കാരനായി അയാളുടെ കച്ചവടത്തിൽ വലിയ ബർക്കത്തുണ്ടായി എന്നുള്ളതൊന്നും, അയാൾക്ക് 4-5 ഷോപ്പ് യുഎയിൽ തന്നെ ഉണ്ട് എന്നുള്ളതും, അയാൾ തുടങ്ങിയതൊക്കെ ഭയങ്കര പ്രോഗ്രസ് ആണ്, അയാൾ ഭയങ്കര ബർക്കത്തുള്ള ആളാണ് എന്നുള്ളതൊന്നും നമ്മൾ ആരും വിചാരിക്കരുത്. അയാൾ ദുനിയാവിൽ സമ്പത്ത് കൂടി എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ് എന്നുറപ്പിക്കാൻ ഒരു വകയും ഇസ്ലാമിൽ മതത്തിൽ ഇല്ല. അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡമല്ല സമ്പത്ത് എന്നുള്ളത്. വളരെ പാവപ്പെട്ട നബിമാരുണ്ട്, വളരെ പാവപ്പെട്ട സഹാബിമാരുണ്ട്, വളരെ പാവപ്പെട്ട സൂഫിയാക്കളുണ്ട്, വളരെ പാവപ്പെട്ട ഔലിയാക്കളുണ്ട്. തിന്നാനില്ലാത്തതിന്റെ പേരിൽ മരണപ്പെട്ടു പോയ മഹാന്മാരില്ലേ? ഇല്ലേ? പണക്കാരായ നബിമാരുണ്ട്, പണക്കാരായ സഹാബിമാരുണ്ട്. സമ്പത്തുണ്ട് ഇല്ല എന്നുള്ളതൊന്നും അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡം അല്ലേ? അല്ല, അല്ല.
ഒരിക്കലും നമ്മളങ്ങനെ വിചാരിക്കാൻ പാടില്ല. അത് അള്ളാഹു പരീക്ഷണത്തിന് വേണ്ടി തരികയാണ്. എന്താണ് നീ ചെയ്യുന്നതെന്ന് നോക്കാൻ അള്ളാഹു പണം നമുക്ക് നൽകും, അള്ളാഹു നമുക്ക് ഇൽമ നൽകും, അള്ളാഹു നമുക്ക് മറ്റു കഴിവുകൾ, സ്കില്ലുകൾ നൽകും. എന്തിനെ? അയ്യക്കും അഹ്സനു അമല, നീ അത് ഉപയോഗിച്ചിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണാലോ. അതിനു വേണ്ടിയാണ് അള്ളാഹു ഇതെല്ലാം നൽകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ചീപ്പായത്, വളരെ ലോക്കലായത് എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിനോട് ചോദിക്കോ? അത് തരണേന്ന് പറയോ? ഇല്ല, പറയൂല. എന്തുകൊണ്ട്? അള്ളാഹിന്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖല്ലേ, അക്രമുൽ ഖൽഖല്ലേ, അഫ്ളലുൽ ഖൽഖല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആ തങ്ങള് ലോക്കലായത് ഒന്നും ചോദിക്കൂല. അതുകൊണ്ടാണ് വിശപ്പ് കൊണ്ട് കല്ല് വെച്ച് കെട്ടിയ നടന്ന കാലത്ത് വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ, പർവ്വതങ്ങൾ വന്നിട്ട് സ്വർണ്ണാവട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ തങ്ങൾ പറഞ്ഞു ഫഅറാഹ അയ്യമശമമി, ഗെറ്റ് ഔട്ട്, എനിക്ക് സ്വർണ്ണൊന്നും വേണ്ട. എപ്പോഴാ പറയണത്? വശദ്ദ മിൻ സഗബിൻ ഐ മിൻ ജൂഇൻ, വിശപ്പ് കൊണ്ട് കല്ല് വെച്ച് കെട്ടി നടന്ന കാലത്തും ദുനിയാവ് ഇങ്ങോട്ട് വന്നിട്ട് സ്വർണ്ണാവട്ടെ നബിയെ എന്ന് വെച്ചപ്പോൾ എനിക്ക് വേണ്ട. ഒന്ന് ദ്വാരണ മതി, അള്ളാഹു ഈ ദുനിയാവ് മുഴുവനും അവിടത്തേക്ക് കൊടുക്കും. വേണ്ട, ദുനിയാവ് എന്തിന്? അദ്ദുന്യ ദാറുമല്ല ദാറ, അത് ആഖിറത്തിൽ വല്ലാതെ വിലയില്ലാത്തവർക്കല്ലേ ദുനിയാവിൽ വല്ലാത്ത സമ്പത്തൊക്കെ. അതൊന്നും എനിക്ക് വേണ്ട. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട്. അങ്ങനെ നിലപാട് സ്വീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹിനോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, എനിക്ക് വേണം എന്ന് പറഞ്ഞു. അതെന്താ ചോദിച്ചെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത്. പിന്നെ ചോദിക്കുന്ന കേട്ടോ, വഹുബ്ബൽ മസാകീൻ, എൻ്റെ മനസ്സിൽ പാവങ്ങളോട് സ്നേഹം നൽകണേ അല്ലാഹ്. അള്ളാന്റെ റസൂൽ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങുന്ന ഒരു കാര്യം എത്ര വലിയ സ്ഥാനായിരിക്കും, എത്ര വലിയ സ്ഥാനായിരിക്കും, എത്ര വലിയ സ്ഥാനായിരിക്കും. അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് വളരെ അടുപ്പം ഉള്ള എല്ലാവരുടെയും മനസ്സിൽ എന്താണ് കൊടുത്തത്? മഹബത്ത്. എന്ത് മഹബത്ത്? പാവങ്ങളോടുള്ള മഹബത്ത്. അതാ കൊടുത്തത്. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്നെ ഒന്ന് ഉപദേശിക്കാവോ നബിയെ? ആയിഷു, നീ നല്ലോണം പാവങ്ങളെ സ്നേഹിച്ചോ മോളെ എന്ന്. ഇതാ ഈ ഹദീസിൽ നമ്മൾ വായിച്ചു. അബൂദർ തങ്ങൾ ചോദിച്ചു, നബിയെ വസിയത്ത് വേണമെന്ന്. മോനെ അബൂദർ, നീ പാവങ്ങളെ സ്നേഹിച്ചോളി. കണ്ടോ? അതുകൊണ്ടാണ് വലിയ വലിയ സ്ഥാനം ഉള്ള ഔലിയാക്കൾ റൗള ഷരീഫിൽ പോയാൽ അവർ ദുനിയാവ് ചോദിക്കാറില്ല. അപ്പോൾ ദുവിൽ റൗള ഷരീഫിൽ അവർ പോകുന്നത് ആഖിറം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. മദീനയിലെത്തിയിട്ട് എൻ്റെ വീട് വേഗം പൂർത്തിയാവണം എന്ന് ചോദിക്കാനൊന്നും അവർ പോകില്ല. അത് ചോദിക്കൽ തെറ്റാണെന്നല്ല പറയണത്. അങ്ങനെ ചോദിച്ചതും ചരിത്രത്തിൽ കാണാൻ പറ്റും, ശരിയാണ്. എന്നാലും വലിയ സ്ഥാനമുള്ളവർ അങ്ങനെ ദുനിയാവ് ചോദിക്കാൻ വേണ്ടി മദീനത്ത് പോകാറില്ല. അവർക്ക് ആഖിറാണ് വേണ്ടത്. ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് അവിടെ എഴുതി വെക്കുന്നത് കാണാം. അങ്ങനെ ദുനിയാവിനോട് ഒരു താല്പര്യവുമില്ലാതെ ജീവിച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് കാര്യമായിട്ട് ചോദിച്ച കാര്യമാണ്, അള്ളാഹുവേ എനിക്ക് പാവങ്ങളോടുള്ള സ്നേഹം നൽകണേ. പാവങ്ങളെ സ്നേഹിക്കണം, പാവങ്ങളെ മഹബത്ത് വെക്കണം. അത് നമ്മുടെ ഖൽബ് നന്നാവാൻ, കിബറില്ലാതിരിക്കാൻ. സർവോപരി ഏറ്റവും കൂടുതൽ സ്വർഗത്തിലുള്ളത് പാവങ്ങളാണ്. അവരോടൊപ്പം സ്വർഗത്തിലെത്താൻ അതൊരു കാരണം. പാവങ്ങൾക്കുള്ള പവർ എത്ര! എന്റെ ഹൗലുൽ കൗസറിന്റെ അടുത്ത് ആദ്യം വരുന്നത് പാവങ്ങളാണെന്ന് ഹദീസിലില്ലേ? സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്നവരിൽ കൂടുതൽ പാവങ്ങളാണ്, സ്വർഗത്തിൽ കൂടുതൽ പാവങ്ങളാണ്. പാവങ്ങൾക്കുള്ള പവർ എത്രേ! അവരെ മഹബത്ത് വെക്കണം, അവരെ പരിഗണിക്കണം. ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന്റെ വയറിൽ നമ്മൾ പാചകം ചെയ്ത ഫുഡ് എത്തിയാൽ, നമ്മൾ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്ന് പാചകം ചെയ്ത ഭക്ഷണം നല്ലൊരു മനുഷ്യന്റെ വയറ്റിൽ എത്തിയാൽ എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെത്തുന്ന ഒരാളുടെ വയറ്റിൽ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ശഫാഅത്ത് മുഖേന നമുക്കും സ്വർഗം കിട്ടും. ഇസ്ലാമിൽ ഒരു തിയറിയാണ്. ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ പഠിച്ചാൽ, ഈ മാസത്തിൽ നമ്മൾ ഓർക്കുന്ന റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വായിച്ചാൽ, ആ മഹാന്മാരുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തിയറി ഉണ്ട്. എന്താ? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹും ജീലാനി തങ്ങളൊക്കെ പാവങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ താല്പര്യം കാണിക്കുന്ന ആളാണ്. റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ പ്രധാന പരിപാടി തന്നെ എന്താണെന്നറിയോ? പാവങ്ങളുടെ വസ്ത്രം അലക്കി കൊടുക്കുക, പാവങ്ങളായ ആൾക്കാർക്ക്
വിറക് എത്തിച്ചു കൊടുക്കുക, ഫുഡ് പാചകം ചെയ്യാൻ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അവർ രോഗിയായാൽ സന്ദർശിക്കുക, അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുക, അവരെ ആശ്വസിപ്പിക്കുക, അവരെ കൊണ്ട് ദ്വാരപ്പിക്കുക. ഇതാണ് റിഫായി ഷേഖിന്റെ പ്രധാന പരിപാടി. റിഫായി ഷേഖിന് ആരെങ്കിലും മഹബത്തും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചാരിറ്റി മൈൻഡാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. റിഫായി ഷേഖിന്റെ ആണ്ട് ആചരിക്കുന്ന നമ്മൾ പാവങ്ങളെ സ്നേഹിക്കുന്നിടത്തേക്കാണ് എത്തിച്ചേരേണ്ടത്. അതാണ് മഹാന്റെ ഇഷ്ടം. റിഫായി ഷേഖ് എവിടുന്നാ ഇത് പഠിച്ചത്? ഫീ ഹാലിഹി വ ഫഅലിഹി വ മഖാലിഹി ഫതതബ്ബൻ വതാബിഅൻ ലാ തഅവില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. പാവങ്ങളെ സ്നേഹിക്കുന്ന ജീവിതമാണ്, പാവങ്ങളെ ഇഷ്ടപ്പെടുന്ന ജീവിതമാണ്. സ്വഹാബിമാരും അങ്ങനെ തന്നെയല്ലേ ജീവിച്ചത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ആളുണ്ട് കൂടെ. അപ്പൊ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് മനസ്സിലായി ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഉണ്ട് എന്ന്. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞ് നമ്മളെ ഒന്നും ആരും മൈൻഡാക്കണില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അയാളുടെ അടുത്തേക്ക് പോയി അയാൾക്ക് വേണ്ടെല്ലാം ചെയ്തു കൊടുത്തു. ദീർഘനേരം സംസാരിച്ചു, ആശ്വസിപ്പിച്ചിട്ട് തിരിച്ചു പോരുകയാണ്. കണ്ടോ കണ്ണുകള്. നമ്മള് വലിയൊരു മുതലാളിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലെക്ചറാണ്, ഉന്നത സ്ഥാനത്താണെന്നാണ് ഈ ഉദാഹരണങ്ങളിലൂടെ ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വണ്ടി എടുത്തു പോകുമ്പോൾ ഗേറ്റ് കീപ്പറായ ഒരു സാധു മനുഷ്യനുണ്ട്, വാച്ച്മാൻ എന്ന് നമ്മുടെ നാട്ടിൽ പറയണേ. അദ്ദേഹം നമ്മൾ ഹോൺ അടിച്ച ഉടനെ വന്നിട്ടില്ല. പാവം നാസയിക്കാൻ വൈകിയത് കൊണ്ട് 2 ചപ്പാത്തിയും കുറച്ച് കറിയും ഇട്ടിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളാകുന്ന ബോസ് മുതലാളിനെ കണ്ട ഉടനെ തന്നെ അയാൾ വേഗത്തിൽ ആ ഭക്ഷണം അവിടെ മടക്കി വെച്ച് പാത്രമൊക്കെ മൂടി വെച്ചിട്ട് ഗേറ്റ് തുറക്കാൻ വേണ്ടി വന്നു. അപ്പോഴാണ് നമ്മുടെ കിബർ അങ്ങ് പുറത്തേക്ക് വരുന്നത്. ഇത്ര സമയമായിട്ടായിരുന്നു. നമ്മൾ എന്തിനാ പോകുന്നതെന്നറിയോ? പാവപ്പെട്ട ഒരാളുടെ മോളെ കല്യാണത്തിന് സഹായിക്കാൻ. ആർക്കാ വേണ്ടി ഈ സഹായം? ആർക്ക് വേണം ഈ സഹായം? ഈ പാവപ്പെട്ട ഒരു മനുഷ്യനെങ്ങാനും അയാളോട് ചൂടായ സ്ഥിതിയിൽ അയാൾ ഉടനെ അള്ളാഹുവിനോട് പരാതിപ്പെട്ടാൽ നമ്മൾ കത്തിച്ചാമ്പലായി പോകും. പാവങ്ങളുടെ കണ്ണീരിലെങ്ങാനും നമ്മളെ പേരുണ്ടെങ്കിൽ നമ്മൾ തീർന്നു പോകും. പിന്നെ ഈമാനോട് മരിക്കാൻ പറ്റുമോ? സുയൂത്തി ഇമാം റഹിമുള്ള പഠിപ്പിച്ചില്ലേ, മറ്റുള്ള ആളെ പരിഹസിച്ചാൽ, വേദനിപ്പിച്ചാൽ, പ്രയാസപ്പെടുത്തിയാൽ ഈമാനില്ലാതെ മരിച്ചു പോകുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മുടെ ജീവിതം തന്നെ പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അവരെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ, അതിനാണ് നമ്മൾ താല്പര്യപ്പെടേണ്ടത്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അജണ്ട ആവേണ്ടത്.